നമ്മളിന്ന് നോക്കാനായി പോകുന്നത് NCERT 7ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഓൺ ഇക്വാലിറ്റി. പല നൂറ്റാണ്ടുകളായി മനുഷ്യ സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്ത ശക്തരായ ഒരു ധാർമ്മിക രാഷ്ട്രീയ ആശയമാണ് സമത്വം. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ആശയങ്ങളിലൊന്നാണ് സമത്വം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഒന്നാമതായി ജനങ്ങളുടെ പങ്കാളിത്തം അഥവാ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ. രണ്ടാമതായി സംഘർഷം പരിഹരിക്കൽ, റിസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്. മൂന്നാമതായി സമത്വം അഥവാ ഇക്വാലിറ്റി. നാലാമതായി നീതി അഥവാ ജസ്റ്റിസ്. ഇവയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ. സമത്വം എന്താണെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് സമത്വത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ് അല്ലയോ എന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈക്വൽ റൈറ്റ് ടു വോട്ട്, ഇത് മനസ്സിലാക്കാൻ കാന്തയുടെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കാന്ത വോട്ട് ചെയ്യാനായിട്ട് ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. കാന്ത ഒരു ഡൊമസ്റ്റിക് വർക്കറാണ്. കാന്ത ക്യൂവിൽ നിന്നപ്പോൾ അവൾ ആളുകളെ പിൻപിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ അശോക് ജെയിനെയും അതുപോലെ അയൽവാസിയായ ലാലിനെയും കണ്ടു. അപ്പോൾ കാന്തയുടെ ഫ്രണ്ട് സുജാത ചോദിക്കുകയാണ്, നമ്മളെക്കാൾ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരൊക്കെ നമ്മുടെ പിന്നിലുണ്ടല്ലേ? ഇവർക്ക് ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ കാന്തയുടെ വോട്ട് ചെയ്യാനുള്ള ഊഴെത്തി. അപ്പോൾ സുജാത കാന്തയോട് പറയുകയാണ്, അടുത്ത് വോട്ട് ചെയ്യാനുള്ളത് നീയാണ്. അപ്പോൾ കാന്ത പറയുകയാണ്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ആരാണോ നമ്മുടെ വീട്ടിലെ ഏരിയയിലേക്ക് പൈപ്പ് വാട്ടർ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് അയാൾക്കായിരിക്കും. അങ്ങനെ പറഞ്ഞ് കാന്ത വോട്ട് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ കാന്ത വോട്ട് ചെയ്ത് തിരികെ വീട്ടിൽ ചെന്നപ്പോൾ കാന്തയുടെ മകൾ നല്ല പനിയായി കിടക്കുന്നത് കണ്ടു. കാന്ത മോളെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ അവളുടെ കയ്യിൽ അതിനൊത്ത പണം ഇല്ലായിരുന്നു. അങ്ങനെ കാന്ത ജോലി ചെയ്യുന്ന വീട്ടിൽ ചെന്ന് അഡ്വാൻസായി കുറച്ച് ക്യാഷ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാഷ് വാങ്ങാനായി കാന്ത ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പോയി. അവൾ ക്യാഷ് ചോദിച്ചു. അവർ ക്യാഷ് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ക്യാഷ് അഡ്വാൻസായി ചോദിച്ചതിരിക്കട്ടെ, ഇനി ഇങ്ങനെ ചോദിക്കരുതെന്ന്. അങ്ങനെ കയ്യിൽ ലഭിച്ച ക്യാഷും കൊണ്ട് കാന്ത മോളെയും കൂടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയി. കാന്ത ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമായ ഏരിയയാണ്. ഇവർ താമസിക്കുന്ന ഇടം ഡ്രെയിനേജും അഴുക്കുചാലുകളും കൊണ്ട് വളരെ ദുർഗന്ധവും വൃത്തിഹീനവുമാണ്. എന്നാൽ കാന്ത ജോലിക്ക് പോകുന്ന വീടോ, അവിടെ കാന്ത പോയി ഡെയിലി വൃത്തിയാക്കും. അതുകൊണ്ട് തന്നെ വീടും പരിസരവും നല്ല വൃത്തിയാണ്. ദുർഗന്ധങ്ങളൊന്നും ഇല്ല അവിടെ. സ്വന്തം വീട് വൃത്തിഹീനമായി കിടക്കുമ്പോൾ അവൾ ക്യാഷിന് വേണ്ടിയിട്ട് ആ വീട് വൃത്തിയായി കൊടുക്കുന്നു. അങ്ങനെ കാന്തയും മകളും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഒരേ തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. പാവപ്പെട്ട കാന്തയെ പോലുള്ള ആൾക്കാരാണ് ലൈനിൽ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ കാന്ത ഓർക്കുകയാണ്, ഇന്ന് രാവിലെ ഞാൻ കണ്ട ലൈനിൽ സമൂഹത്തിൽ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ, സാമ്പത്തികമായി ഉയർന്നവർ, കൂടാതെ കാന്ത വീട്ടു ജോലി ചെയ്യുന്ന വീട്ടിലെ ആൾ പോലും കാന്തയുടെ പിന്നിലാണ് നിന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്നെങ്കിലും ഒരു ദിവസം ഇവർക്കൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വരിയിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരുമോ എന്നവൾ ചിന്തിക്കുകയാണ്. വോട്ട് ചെയ്യാനായി കാന്ത ലൈനിൽ നിന്ന് ആ സംഭവത്തെയാണ് ഇക്വാലിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാന്തയെ പോലെ ജീവിക്കുന്നവരും ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കുമ്പോൾ പണക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത്. ഈ സംഭവം ഇനിക്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ വ്യക്തികളെയും തുല്യരായി അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് മതത്തിൽപ്പെട്ടവരാണോ, ഏത് ജാതിയിൽപ്പെട്ടവരാണോ, ഏത് ഗോത്രത്തിൽ നിന്നുള്ളവരാണോ, എത്ര വിദ്യാഭ്യാസം നേടിയവരാണോ, പണക്കാരനാണോ ദരിദ്രനാണോ, ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസങ്ങൾ നോക്കാതെ എല്ലാ മുതിർന്നവർക്കും വോട്ട് ചെയ്യാൻ അവകാശം നൽകുകയും രാജ്യത്തെ എല്ലാ വ്യക്തികളെയും തുല്യരായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതിനെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെയും അത്യന്താപേക്ഷിതമായ വശം കൂടിയാണ്. യാതൊരു ജനാധിപത്യ രാജ്യത്തും ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കാണാനായിട്ട് സാധിക്കും. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്. എന്ന് വെച്ചാൽ 18 വയസ്സ് തികഞ്ഞ എല്ലാവരും, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവനെന്നോ നോക്കാതെ എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. പണക്കാർക്ക് ഒരു വോട്ട്, പാവങ്ങൾക്ക് ഒരു വോട്ട് എന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ഒറ്റ വോട്ട്. ഇതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ നമുക്ക് ഇക്വാലിറ്റി എന്ന് പറയാം. നെക്സ്റ്റ്, അതർ കൈൻഡ്സ് ഓഫ് ഇക്വാലിറ്റി. ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന വോട്ടവകാശമുള്ള എന്നാൽ ദൈനംദിന ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും തുല്യതയില്ലാത്ത നിരവധി ആളുകളിൽ ഒരാളാണ് കാന്ത. ദരിദ്രർ എന്നതിലുപരി ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ വ്യത്യസ്ത രീതികളിൽ അസമത്വം അനുഭവിക്കുന്നു.
ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റോറികൾ വായിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവ ഓരോന്നും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത തരം അസമത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമാണ്. ഇനിക്വാലിറ്റിയുടെ ഒരു കോമൺ ഫോമാണ് ജാതി വ്യവസ്ഥ. നമ്മൾ റൂറൽ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ കാസ്റ്റ് ഐഡൻറ്റിറ്റി വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അർബൻ ഇന്ത്യയിലെ ആൾക്കാർ കാസ്റ്റിൽ ബിലീവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ മാട്രിമോണിയൽ കോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും കാസ്റ്റിൻ്റെ ബേസിലാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ റൂറൽ ഇന്ത്യയിൽ മാത്രമല്ല അർബൻ ഇന്ത്യയിലും ഈ കാസ്റ്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കൊരു ദളിത് കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന അനുഭവങ്ങളുടെ ഒരു സ്റ്റോറി നോക്കാം. 6ാം ക്ലാസ്സിലെ 2nd ചാപ്റ്ററിൽ ദളിതരെ കുറിച്ച് പഠിച്ചു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദളിതരെന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ദളിത് എന്നാൽ ബ്രോക്കൺ, തകർന്നതെന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഇത് ഫേമസ് ആയിട്ടുള്ള ദളിത് റൈറ്റർ ഓം പ്രകാശ് വാൽമീകിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. നൈം, ജൂതൻ ആൻഡ് അൺടച്ചബിൾ ലൈഫ്. ഇതിൽ അദ്ദേഹം തൻ്റെ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും അകന്ന് ദൂരെ മാറി ഇരിക്കേണ്ടതായിട്ട് വന്നു, അതും തറയിൽ. മറ്റു കുട്ടികൾ ഇരിക്കുന്ന മേറ്റ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകുമായിരുന്നു. അദ്ദേഹത്തിനെ മേറ്റിൽ പോലും ഇരിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. ചിലപ്പോൾ എനിക്ക് എല്ലാവരുടെയും പുറകിൽ ഇരിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വാതിലിനടുത്തും. ചിലപ്പോഴൊക്കെ ഒരു കാരണവുമില്ലാതെ അവർ എന്നെ തല്ലുമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളും ബാക്ക്ഗ്രൗണ്ടും തൂത്തുപാരാനായിട്ട് ഹെഡ് മാസ്റ്റർ ഓം പ്രകാശിനോട് ആവശ്യപ്പെട്ടു. ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒത്തിരി വലുതാണല്ലേ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്ലേ ഗ്രൗണ്ട് തൂത്തുപാരുക എന്ന് പറയുന്നത് എന്ത് കഷ്ടപ്പാടാണല്ലേ. കളിസ്ഥലം എൻ്റെ ചെറിയ ശരീരത്തിൽ താങ്ങാവുന്നതിലും വലുതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അത് വൃത്തിയാക്കുമ്പോൾ പുറം വേദനിക്കാനും തുടങ്ങും. അതുപോലെ മുഖം മുഴുവനും പൊടിയുമായിരിക്കും. മറ്റു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ പ്ലേ ഗ്രൗണ്ടും സ്കൂളും തൂത്തുവാരുകയാണ്. ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ജോലി നൽകിയിട്ട് റൂമിലിരുന്നു കൊണ്ട് വാച്ച് ചെയ്യുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. ആ ദിവസം മുഴുവനും തൂത്തുകൊണ്ടേയിരുന്നു. അതുപോലെ ടീച്ചർമാരും ബാക്കിയുള്ള കുട്ടികളും ഈ കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല അടുത്ത 2 ദിവസവും ഈ പ്ലേ ഗ്രൗണ്ട് ഓം പ്രകാശിനെ കൊണ്ട് ഹെഡ് മാസ്റ്റർ വൃത്തിയാക്കിപ്പിച്ചു. ബാക്കിയുള്ള കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അങ്ങനെ ഓം പ്രകാശിൻ്റെ അച്ഛൻ ആ വഴി വരികയും മകൻ നിന്ന് പ്ലേ ഗ്രൗണ്ട് തൂക്കുന്നത് കാണുകയും ചെയ്തു. ഇത് കണ്ട് വിഷമമായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓം പ്രകാശിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, നിങ്ങളൊരു ടീച്ചറായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ ഇത് ഓർത്തുകൊള്ളുക, എൻ്റെ മകൻ മാത്രമല്ല, ഇവനെപ്പോലെ ഒരുപാട് കുട്ടികൾ ഇനിയും ഈ സ്കൂളിൽ വന്ന് പഠിക്കും. ഇത്രയും പറഞ്ഞാണ് ഓം പ്രകാശിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പോകുന്നത്. 2ാമത്തെ സ്റ്റോറിയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സിറ്റിയിൽ നടന്ന ഒരു സ്റ്റോറിയാണിത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് അൻസാരി എന്ന് പറയുന്ന ഒരു കപ്പിൾ അവിടെ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കാനായിട്ട് ആ സിറ്റിയിലെ ഒരു പ്രോപ്പർട്ടി ഡീലറിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് ഈ റെൻറ്റ് കൊടുക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ ആ അപ്പാർട്ട്മെൻറ്റ് കാണാനായിട്ട് പോയി. ആദ്യം കണ്ട അപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ കപ്പിൾസിന് ഇഷ്ടപ്പെട്ടു. അത് എടുക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പേരുകൾ കൊണ്ട് തന്നെ അവർ ഏത് റിലീജിയനിൽ നിന്നുള്ളവരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പേര് കൊണ്ട് തന്നെ അവർ ഏത് റിലീജിയനിൽ പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലേ. അതുപോലെ ഈ വീട്ടുടയനും മനസ്സിലായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ അപ്പാർട്ട്മെൻറ്റ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് റെൻറ്റിന് കൊടുക്കില്ല എന്ന്. ഈ ബിൽഡിങ്ങിൽ ആരും നോൺ വെജ് കഴിക്കുന്നവരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് വീട് വാടകയ്ക്ക് നൽകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അൻസാരിക്കും പ്രോപ്പർട്ടി ഡീലറിനും അടുത്ത ബിൽഡിങ്ങിലെ മറ്റൊരു ഫാമിലി ഫിഷ് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് കിട്ടി. ബിൽഡിങ്ങിൽ നോൺ വെജൊക്കെ അനുവദിക്കും. ഇവരുടെ പേരിൽ നിന്ന് മനസ്സിലായ റിലീജിയനാണ് അവരുടെ പ്രശ്നം. അതിനാണ് അവർ നുണ പറയുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി 2ാമത് മറ്റൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കാനായിട്ട് പോയി. അവിടെയും അതേ ന്യായീകരണം ആവർത്തിച്ചു. അവർ 3ാമതായി മറ്റൊരിടത്ത് കൂടി പോയി. അവിടെയും ഇതേ രീതി തന്നെയായിരുന്നു. ഇങ്ങനെ പ്രോപ്പർട്ടി ഡീലർ പറഞ്ഞു, ഈ പേരിൽ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് നോക്കാനായിട്ട് പോയാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ പേര് മാറ്റി മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ എന്നാക്കിയാൽ അപ്പാർട്ട്മെൻറ്റ് ലഭിക്കുമെന്ന് പ്രോപ്പർട്ടി ഡീലർ അവരോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ പേര് മാറ്റുന്നതിനോട് അൻസാരിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവർ ഇതേ പേരിൽ തന്നെ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് വീണ്ടും നോക്കാനായിട്ട് തീരുമാനിച്ചു. അവസാനം 1 മാസം മുഴുവൻ അപ്പാർട്ട്മെൻറ്റുകൾ തിരിഞ്ഞു. ഒടുവിൽ വാടകയ്ക്ക് ഒരു വീട് നൽകാൻ തയ്യാറായ ഒരു വീട്ടുടമസ്ഥനെ കണ്ടെത്തി. നെക്സ്റ്റ്, റെക്കഗ്നൈസിങ് ഡിസ്നിറ്റി. നമ്മുടെ സമൂഹത്ത് ഇനിക്വാലിറ്റിക്ക് കാരണമായ ഘടകങ്ങളാണ് നമ്മൾ ജനിച്ച ജാതി, മതം, ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ. ഇന്നും ഇന്ത്യയിൽ കാണുന്ന ഇനിക്വാലിറ്റിക്ക് കാരണമായ 4 ഘടകങ്ങളാണ് ജാതി, മതം, ക്ലാസ്, ബാക്ക്ഗ്രൗണ്ട്, ജെൻഡർ എന്നിവ. നമ്മൾ നേരത്തെ 2 സ്റ്റോറികൾ നോക്കിയല്ലേ.
ഓം പ്രകാശ് വാത്മീകിയുടെയും അൻസാരിയുടേതും. ഇവർക്കിടയിൽ ഓം പ്രകാശ് വാത്മീകിയുടെ കാസ്റ്റും അൻസാരിയുടെ റിലീജിയനുമായിരുന്നു പ്രശ്നം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇനിക്വാലിറ്റിക്ക് കാരണം കാസ്റ്റും റിലീജിയനുമാണ്. നമ്മൾ ഒരാളെ അൺഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അന്തസ് വയലൻ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റോറിയിൽ കണ്ടതുപോലെ ഓം പ്രകാശ് വാത്മീകിയെയും അൻസാരിയെയും ട്രീറ്റ് ചെയ്ത രീതി കൊണ്ട് ഡിഗ്നിറ്റി വയലൻ്റായി. ബാക്കിയുള്ള കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ ഓം പ്രകാശിനെ കൊണ്ട് പ്ലേ ഗ്രൗണ്ട് വൃത്തിയാക്കിച്ചു. അതുപോലെ അൻസാരിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുക്കാനായി പോയപ്പോൾ അവിടെ റിലീജിയൻ കാരണം അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് ലഭിച്ചില്ല. ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഡിഗ്നിറ്റിയാണ് വയലൻ്റ് ചെയ്യപ്പെട്ടത്. ഓം പ്രകാശിനോടും അൻസാരിമാരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരും മറ്റുള്ളവരെ പോലെ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് കാണണം. അവരെ ഡിഗ്നിറ്റിയെയും റെസ്പെക്റ്റ് ചെയ്യുക. ഇതാണ് ഈ രണ്ട് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ്, ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഭരണഘടന എല്ലാ വ്യക്തികളെയും തുല്യരായി അംഗീകരിക്കുന്നു. എല്ലാ ജാതി, മത, ഗോത്ര, വിദ്യാഭ്യാസ, സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആണും പെണ്ണും ഉൾപ്പെടെ രാജ്യത്തിലെ എല്ലാ വ്യക്തികളെയും തുല്യരായി അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് ഇതിനർത്ഥം. ഇനിക്വാലിറ്റി ഇല്ലാതാകും എന്നല്ല ഈ പറയുന്നത്. ഇനിക്വാലിറ്റി ഉണ്ട്, എന്നാലും ജനാധിപത്യ ഇന്ത്യയിൽ ഈക്വലായാണ് എല്ലാവരെയും അംഗീകരിക്കുന്നത്. ഭരണഘടനയിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരെയും ഈക്വലായി കാണണമെന്നാണ്. ഡിസ്ക്രിമിനേഷനിൽ നിന്നും മോശമായ പെരുമാറ്റത്തിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുമ്പ് ഒരു നിയമവും നിലവിലില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആൾക്കാരെ ഈക്വലായും ഡിഗ്നിറ്റിയായും കാണുന്നതിന് വേണ്ടി നിരവധി നിയമങ്ങളുണ്ട്. ഒരാളെ ഈക്വലായി കാണുന്നതിനും ഇക്വാലിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഒത്തിരി പ്രൊവിഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത്, നിയമത്തിന് മുമ്പിൽ എല്ലാ വ്യക്തികളും തുല്യരാണ്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മുതൽ ഗാർഹിക തൊഴിലാളിയായ കാന്തവരെയുള്ള എല്ലാ വ്യക്തികളും ഒരേ നിയമങ്ങൾ പാലിക്കണമെന്നതാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമതായി, ഏതൊരു വ്യക്തിയെയും അവരുടെ റിലീജിയൻ, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും വിവേചനം കാണിക്കാൻ പാടില്ല. മൂന്നാമതായി, പ്ലേ ഗ്രൗണ്ട്സ്, ഹോട്ടൽ, ഷോപ്പ്, മാർക്കറ്റ് എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതുസ്ഥലങ്ങളിലേക്കും ഓരോ വ്യക്തികൾക്ക് പ്രവേശനമുണ്ട്. അതുപോലെ ഗവൺമെൻറ് പൊതു കിണറുകൾ, റോഡുകൾ, ബാത്തിങ് ഗാർഡ്സ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ഇവ എല്ലാവർക്കും ഈക്വലായി ഉപയോഗിക്കാവുന്നതാണ്. നാലാമതായി, തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി നിർത്തലാക്കി. ഇതാണ് ഭരണഘടന ഡെവലപ്പ് ചെയ്ത 4 പ്രൊവിഷൻസ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്വാലിറ്റി ഇൻ ഇന്ത്യ ഡെമോക്രസിനെ കുറിച്ചിട്ടാണ്. ഈ ഇക്വാലിറ്റിയെ 2 വഴികളിലൂടെയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമതായി നിയമങ്ങളിലൂടെയും രണ്ടാമതായി ഗവൺമെൻറ് പ്രോഗ്രാംസ് ഓഫ് സ്കീം, പിന്നോക്ക സമുദായങ്ങളെ സഹായിക്കുന്നതിനുള്ള സർക്കാർ പരിപാടികളിലൂടെയോ പദ്ധതികളുടെയോ ആണ് ഇക്വാലിറ്റിയെ ഗവൺമെൻറ് രണ്ടാമതായി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഓരോ വ്യക്തികളെയും തുല്യരായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം സംരക്ഷിക്കുന്ന നിരവധി നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുമാത്രവുമല്ല, ഈ നിയമങ്ങൾക്ക് പുറമെ നിരവധി നൂറ്റാണ്ടുകളായി അസമമായി പരിഗണിക്കപ്പെടുന്ന സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികളും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. സർക്കാർ സ്വീകരിച്ച നടപടികളിലൊന്നാണ് ഉച്ചഭക്ഷണ പദ്ധതി. എല്ലാ സർക്കാർ എലിമെൻ്ററി സ്കൂളുകളിലും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യാനുള്ള പദ്ധതിയാണിത്. ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് തമിഴ്നാടാണ് 2001. അതിനുശേഷം സുപ്രീം കോടതി എല്ലാ സംസ്ഥാന സർക്കാരുകളോടും 6 മാസത്തിനുള്ളിൽ ഈ പരിപാടി അവരുടെ സ്കൂളുകളിൽ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ പ്രോഗ്രാം കാരണം ധാരാളം പോസിറ്റീവ് ഇൻഫാക്റ്റുകളുണ്ടായി. ഒന്നാമതായി, കൂടുതൽ പാവപ്പെട്ടവരായ കുട്ടികൾ സ്കൂളിൽ ചേരാനായിട്ട് തുടങ്ങി. അതുമാത്രവുമല്ല, ഈ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ വരാതെയായി. അങ്ങനെ അറ്റൻഡൻസ് കുറഞ്ഞു. രണ്ടാമതായി, കാസ്റ്റ് പ്രെജുഡീസ് കുറയുന്നതിനും ഈ പ്രോഗ്രാം സഹായിച്ചു. എങ്ങനെയെന്നാൽ അപ്പർ ക്ലാസ് ആൻഡ് ലോവർ കാസ്റ്റ് കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് പ്രെജുഡീസിന് വ്യത്യാസം വരാൻ കാരണമായി. ചില സ്ഥലങ്ങളിൽ ദളിത് സ്ത്രീയായിരുന്നു ആഹാരം ഉണ്ടാക്കിയിരുന്നത്. ലോവർ കാസ്റ്റ് ഉണ്ടാക്കുന്ന ആഹാരം അപ്പർ കാസ്റ്റിൽ കഴിക്കാത്ത രീതി ഉണ്ടായിരുന്നു. അത് ദളിത് സ്ത്രീകൾ ആഹാരം ഉണ്ടാക്കി നൽകുന്നതിലൂടെ മാറി. മിഡ് ഡേ മീൽ സ്കീം കൊണ്ട് ഒത്തിരി പാവപ്പെട്ട കുട്ടികളുടെ വിശപ്പടക്കി. അവർ റെഗുലറായി സ്കൂളിൽ വരാൻ തുടങ്ങി. കാസ്റ്റ് പ്രെജുഡീസ് മാറി തുടങ്ങി. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇനിക്വാലിറ്റി നടക്കുന്നുണ്ട്. എങ്ങനെയെന്നാൽ, പാവപ്പെട്ട കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ, റിച്ചായവരുടെ കുട്ടികൾ പ്രൈവറ്റ് സ്കൂളിലും പോകുന്നു. ഇവ തമ്മിൽ നമ്മുടെ രാജ്യത്ത് വലിയ ഇനിക്വാലിറ്റി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുമാത്രവുമല്ല, നമ്മൾ ഓം പ്രകാശ് വാത്മീകിയുടെ ജീവിതത്തിൽ കണ്ടതുപോലെ ഇന്നും ദളിത് കുട്ടികളോട് വിവേചനം കാണിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന നിരവധി സ്കൂളുകളും രാജ്യത്തുണ്ട്. ഒത്തിരി നിയമങ്ങളും ഒത്തിരി പ്രോഗ്രാംസും സ്കീമുകളൊക്കെ വന്നു. പക്ഷേ മാറാത്തത്
ആയിട്ട് ഒന്നേയുള്ളൂ, മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്. അവ ഇപ്പോഴും ലോവർ അപ്പർ കാസ്റ്റ് എന്ന ചിന്താഗതിയിലൂടെ ജീവിക്കുന്നു. അതുമാത്രമല്ല, കാസ്റ്റ്, റിലീജിയൻ, സ്റ്റാറ്റസ്, ജെൻഡർ ഇതിൻ്റെയൊക്കെ ബേസിക്കിൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ഇതിന് കാരണം ജനങ്ങളുടെ മാറാത്ത ചിന്താഗതിയാണ്. ലോസും ഗവൺമെൻറ് പ്രോഗ്രാംസും സ്കീമുകളിലും മാത്രം ഇനിക്വാലിറ്റി കൊണ്ടുവന്നാൽ പോരാ, നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചായി അവിടെയും ഒരു ഇനിക്വാലിറ്റി കൊണ്ടുവരണം. നെക്സ്റ്റ്, ഇഷ്യൂസ് ഓഫ് ഇക്വാലിറ്റി ഇൻ അതർ ഡെമോക്രസീസ്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചായിരുന്നു. ഇതുപോലെ മറ്റ് രാജ്യങ്ങളും ഇക്വാലിറ്റിയും ഇനിക്വാലിറ്റിയും നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്കിനി നോക്കാം. നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ പല ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലും ഇക്വാലിറ്റിയും ഇനിക്വാലിറ്റിയും കാരണമായ സ്ട്രഗിൾസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ പൂർവികരായ ആൾക്കാരെ അടിമകളായി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഇവരെ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നാണ് പറയുന്നത്. ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് അമേരിക്കയിലാണ് ജീവിക്കുന്നത്, എന്നാൽ അവർ ആഫ്രിക്കക്കാരാണ്. എന്നാൽ ഇപ്പോഴും അടിമകളായിട്ടുള്ള രീതിയിലാണ് ആഫ്രിക്കക്കാരെ അമേരിക്കക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അൺഇക്വാലിറ്റി നിലനിൽക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഒത്തിരി മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് 1950 നടന്നത്. ഈ 1950 മൂവ്മെൻറ്റിന് ശേഷമാണ് ലോയിൽ ഇക്വാലിറ്റി കൊണ്ടുവന്നത്. 1950 ഈ മൂവ്മെൻറ്റിന് മുമ്പ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസ് ബസ്സിൻ്റെ ബാക്ക് സീറ്റിലിരിക്കണമായിരുന്നു. അതുപോലെ വെള്ളക്കാർ അഥവാ അമേരിക്കൻസ് വരുമ്പോൾ അവർ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കണമായിരുന്നു. റോസ പാക്സ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വുമനാണ്. 1955 ഡിസംബർ 1 അവർ അവരുടെ ജോലി കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. നല്ല ക്ഷീണിച്ചാണ് അവർ ആ ബസ്സിലിരുന്നത്. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു വൈറ്റ് മാൻ ബസ്സിൽ കയറി. എന്നാൽ റോസ പാക്സ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തില്ല. ഇവർ മാറിക്കൊടുക്കാതിരുന്നത് ഒത്തിരി പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. അവസാനം സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് വരെ നടന്നു. ഇതിനുശേഷം 1964 സിവിൽ റൈറ്റ് ആക്ട് നിലവിൽ വന്നു. ഈ ആക്ട് പ്രകാരം റേസ്, റിലീജിയൻ, നാഷണാലിറ്റി എന്നിവ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ ഈ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻസ് അവർക്ക് മാത്രമായുള്ള ഒരു പ്രത്യേക സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എന്നാൽ ഈ ആക്ട് പ്രകാരം എല്ലാ സ്കൂളുകളും ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടികൾക്കായി തുറന്നു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചു. ലോയൊക്കെ വന്നെങ്കിലും ഇനിക്വാലിറ്റി അവരെ തുടർന്നുകൊണ്ടേയിരുന്നു. ആഫ്രിക്കൻ അമേരിക്കൻസ് ഇന്നും ആ രാജ്യത്ത് ദരിദ്രരാണ്. പണക്കാരെന്ന് പറയുന്നത് അമേരിക്കൻ ആൾക്കാരാണ്. അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻസ് കുട്ടികൾ ഗവൺമെൻറ് സ്കൂളുകളാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകളിൽ ഫെസിലിറ്റി കുറവാണ്. അതുപോലെ പുവർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്തിരുന്നത്. എന്നാൽ അമേരിക്കൻ സ്റ്റുഡൻറ്റ് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇവിടെ ഒരു ഇനിക്വാലിറ്റി കാണാനായിട്ട് നമുക്ക് കഴിയുന്നല്ലേ. നെക്സ്റ്റ്, ചലഞ്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഏതൊരു രാജ്യത്തെയും ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കാനാകില്ല. ഇന്ത്യ എന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ പറയും. അതുപോലെ മറ്റ് രാജ്യക്കാരും അവരുടെ രാജ്യത്തെ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പൂർണ്ണമായ ജനാധിപത്യ രാജ്യങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ ഇനിക്വാലിറ്റി ഒരുപാട് ജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ദളിത് കുട്ടികൾ സ്കൂളുകളിലും റിലീജിയൻ്റെ ബേസിക് വീട് വാടകയ്ക്ക് നൽകാത്തതും തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. നമ്മുടെ രാജ്യങ്ങളിലുൾപ്പെടെ ഇന്നും ഇനിക്വാലിറ്റിക്ക് വേണ്ടി സ്ട്രഗിൾസും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.